എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകൾ, പഠന വകുപ്പുകൾ, സെന്ററുകൾ എന്നിവിടങ്ങളിലെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നാളെ മുതൽ സർവകലാശാല വെബ്സൈറ്റിൽ ആരംഭിക്കും. നാളെ ഫെബ്രുവരി മാസം 17-ാം തീയതി മുതലായിരിക്കും ഇതിനുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ചെയ്യാനാകുക. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? ഏപ്രിൽ 10 മുതൽ പരീക്ഷ ആരംഭിക്കും. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകൾ, പഠന വകുപ്പുകൾ, സെൻറ്ററുകൾ എന്നിവിടങ്ങളിലെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നാളെ മുതൽ സർവകലാശാല വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നാളെ രാവിലെ 10 മണി മുതലായിരിക്കും വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുക. അപ്പോൾ നാളെ മുതൽ എന്തായാലും രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ കൺട്രോളറുടെ കാര്യാലയത്തിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ FIUGP 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള രണ്ടാം സെമസ്റ്റർ FIUGP സെക്കൻഡ് സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷനാണ് നാളെ മുതൽ ആരംഭിക്കുക. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ, നിങ്ങൾ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്. FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് എങ്ങനെ തന്നെയാണോ ഒരു വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയായിരിക്കും രജിസ്ട്രേഷൻ നടക്കുക. ഒന്നാം സെമസ്റ്റർ പരീക്ഷ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയായിരിക്കും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കും എന്നല്ല, അങ്ങനെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്? നാളെ ഫെബ്രുവരി മാസം 17-ാം തീയതി രജിസ്ട്രേഷൻ ആരംഭിക്കും. ഫെബ്രുവരി മാസം 27-ാം തീയതി വരെ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഫെബ്രുവരി മാസം 17 ടു 27 10 ദിവസത്തോളം വിദ്യാർത്ഥികൾക്ക് പിഴയില്ലാതെ വിത്തൗട്ട് ഫൈനായിട്ട് സർവകലാശാല വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യാൻ സാധ്യത. 27-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് 1 രൂപ പോലും ഫൈൻ നൽകാതെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. മാർച്ച് 5-ാം തീയതി വരെ, ഫെബ്രുവരി മാസം 17 ടു 27 വരെ പിഴയില്ലാതെയും മാർച്ച് 5-ാം തീയതി വരെ 240 രൂപ പിഴയോടുകൂടി മാർച്ച് 5 വരെ രജിസ്ട്രേഷൻ ഉണ്ട്. വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക, മാർച്ച് 27 മുതൽ മാർച്ച് 5 വരെയാണ് 240 രൂപ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നു, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. കാരണം നാളെ ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ഫെബ്രുവരി മാസം 27-ാം തീയതി 10 ദിവസത്തോളം എന്തുണ്ട്, രജിസ്ട്രേഷൻ ടൈം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ ഫൈൻ അടച്ച് നിങ്ങളുടെ പൈസ ഒന്നും കളയാൻ നിൽക്കേണ്ട. 10 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ഈ 27-നുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാർച്ച് 5 വരെയുണ്ട്. അന്നേരം നിങ്ങൾ രജിസ്ട്രേഷൻ ഫീക്ക് പുറമെ 240 രൂപ നിങ്ങൾ ഫൈനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ടി വരും. ഞാനിപ്പോഴും പറഞ്ഞ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 10 ദിവസത്തോളം ഉണ്ട്. വെറുതെ 240 രൂപ അധികം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ 10 ദിവസത്തിനകം ചെയ്ത് കഴിഞ്ഞാൽ 240 രൂപ അധികം കൊടുക്കേണ്ട. അതുകൊണ്ട് തന്നെ 240 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്ത് ചെയ്യുക, ഫൈൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നാളെ 17-ാം തീയതി 27-ാം തീയതി 10 ദിവസത്തോളം രജിസ്ട്രേഷൻ ഉണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് ചെയ്യുക, കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകുമെന്ന്. നമ്മളല്ല, യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്നുള്ള കാര്യമൊക്കെ 45 ദിവസമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ സർവകലാശാല പരീക്ഷ നടത്തിയിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമസ്റ്റർ എക്സാമിൽ സപ്ലി എക്സാം ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ
വിചാരിച്ചത് 45 ദിവസത്തിനകം സപ്ലി എഴുതിയെടുക്കാമെന്ന് എന്നായിരുന്നു. പക്ഷേ ഇതുവരെ നോട്ടിഫിക്കേഷൻ വിളിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2ാം സെമസ്റ്ററിൽ സപ്ലി വരാതെ നോക്കിക്കൊള്ളുക. ഇപ്പോൾ മനസ്സിലായല്ലോ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തും എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം അത് ഫലവത്തായി. അത് നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം അത് ഫലവത്തായെന്നൊക്കെ എന്ത് ചെയ്തു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതൊരു കാര്യം, 2ാം സെമസ്റ്ററിൽ സപ്ലി വരാതെ നോക്കുക. കാരണം സപ്ലി ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ സപ്ലി ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു കാര്യം പറയാം, നിങ്ങൾ സപ്ലി നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്തു, നമുക്കത് പ്രശ്നമല്ല. ഇപ്പം നമുക്ക് സപ്ലി ഇല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സപ്ലി നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ട, നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യട്ടെ, നിങ്ങൾ സപ്ലി നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്തോ, പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു കുഴപ്പമല്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലൊരു തോന്നൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വിഷയത്തിലും പാസ്സായിട്ടുണ്ടാവണം. ഇപ്പോൾ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നൊക്കെ പറഞ്ഞു, എത്രത്തോളം അത് പ്രാബല്യത്തിൽ വന്നു? ഒരു കാര്യവും ഉണ്ടായില്ല. 45 ഡിസംബർ മാസം 30-ാം തീയതിയാണ് എന്ത് ചെയ്തത്, FIUGP 1ാം സെമസ്റ്റർ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടത്. ഇന്ന് എത്രയായി? ഫെബ്രുവരി മാസം 16ആയി. ഏതാണ്ട് 46 ദിവസം കഴിഞ്ഞു ഇന്നത്തേക്ക്. 46 ദിവസത്തോളം ഇന്നത്തേക്ക് കഴിഞ്ഞു. FIUGPയുടെ സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കാനായിരുന്നെങ്കിൽ നേരത്തെ വിളിച്ചേനെ. ഇനി എന്തായാലും സപ്ലിമെൻ്ററി പരീക്ഷ 2nd സെമസ്റ്ററിന് ശേഷമായിരിക്കും വിളിക്കുക. അതുകൊണ്ട് തന്നെ 2nd സെമസ്റ്ററിലെങ്കിലും സപ്ലി ഇല്ലാതെ കയറി പോകാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്നത് മിച്ചം എന്നല്ലാതെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മുന്നേറുക. അപ്പോൾ പുതിയൊരുമായി കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.